ലോകത്തെല്ലായിടത്തുമുള്ള ടിബറ്റൻ ബുദ്ധവംശജർക്ക് ആത്മീയമായും ചിലപ്പോൾ ലൗകികമായും നേതൃത്വം നൽകുന്ന വ്യക്തിയെയാണ് ദലൈലാമ എന്ന് വിളിക്കുന്നത്. ഈ വ്യക്തി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി മരണചക്രത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് പുനർജനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന തുൾക്ക് എന്നറിയപ്പെടുന്ന ബുദ്ധസന്യാസിമാരുടെ പരമ്പരയിലെ ഇപ്പോഴത്തെ പുനർജന്മമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ടിബറ്റിൻ്റെ ചരിത്ര ആരംഭം മുതലേ അവർ ചൈനയുമായി ഉരസലിലായിരുന്നു. AD 821 ടിബറ്റും ചൈനയുമായി ഒരു സന്ധി നിലവിൽ വന്നു. ഈ സന്ധിയിലെ നിർദ്ദേശങ്ങൾ ലാസയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ടിബറ്റ് ചൈനയുടെ ഭാഗമായിരുന്നില്ല എന്നതിൻ്റെ തെളിവുകളിലൊന്നായി ഇതിനെ അംഗീകരിക്കപ്പെടുന്നു. മുൻപേ തന്നെ ടിബറ്റുകാരുടെ മതാധ്യക്ഷനായിരുന്ന ദലൈലാമ രാജ്യത്തിൻ്റെ ഭരണത്തലവനായത് 1640കളിലായിരുന്നു. 1940 ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ടിബറ്റ് ആക്രമിക്കുകയും തുടർന്ന് ടിബറ്റുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തു. ഈ സന്ധി ബ്രിട്ടീഷുകാർ ടിബറ്റിനെ അംഗീകരിച്ചതിൻ്റെ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു. 1912 13ാമത്തെ ദലൈലാമ ടിബറ്റിലെ ചൈന പട്ടാളക്കാരെ മുഴുവൻ പുറത്താക്കി ടിബറ്റിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 1949 വരെ ഈ നില തുടർന്നു. ടെൻസിൻ ഗ്യാറ്റ്സോ അധികാരമേൽക്കുമ്പോഴും ഈ അവസ്ഥ തുടരുകയായിരുന്നു. എന്നാൽ അധികം താമസിയാതെ അദ്ദേഹത്തിന് രാജ്യത്ത് നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. ഇനി ടെൻസിൻ ഗ്യാറ്റ്സോ ആരാണെന്ന് നോക്കാം. ഇപ്പോഴത്തെ ദലൈലാമയുടെ പേരാണ് ടെൻസിൻ ഗ്യാറ്റ്സോ. 14ാമത് ദലൈലാമയാണ് ടെൻസിൻ ഗ്യാറ്റ്സോ. മുഴുവൻ പേര് ജെറ്റ്സൺ ജാഫൈൽ ngawang ലോബ്സാങ് യഷി ടെൻസിൻ ഗ്യാറ്റ്സോ. ഇതാണ് മുഴുവൻ പേര്. ടിബറ്റൻ ബുദ്ധവംശജരുടെ ആത്മീയ നേതാവിനെയാണ് ദലൈലാമ എന്ന് വിളിക്കുന്നത്. നിലവിലെ ദലൈലാമയാണ് ടെൻസിൻ ഗ്യാറ്റ്സോ. 24ാം വയസ്സിൽ സ്വന്തം രാജ്യത്ത് നിന്നും പലായനം ചെയ്യപ്പെടുകയും ഇന്നും അഭയാർത്ഥിയായി ഇന്ത്യയിൽ കഴിയുകയും ചെയ്യുകയാണ് ഇദ്ദേഹം. ഒരു ചൈനീസ് പട്ടാള ജനറൽ ചൈനീസ് നൃത്തപ്രകടനം വീക്ഷിക്കുന്നതിനായി ലാമയെ ക്ഷണിച്ചത് ടിബറ്റൻ ജനതയെ സംശയാലുകളാക്കി. അതോടെ ജനങ്ങൾ ദലൈലാമയുടെ രക്ഷയ്ക്കായി തെരുവുകളിൽ ഇറങ്ങുകയും കൊട്ടാരത്തിന് ചുറ്റും തടിച്ചുകൂടി അദ്ദേഹത്തിന് സംരക്ഷണ വലയം തീർക്കുകയും ചെയ്തു. 1959 മാർച്ച് 17 ലാമ ഒരു സാധാരണ സൈനികൻ്റെ വേഷത്തിൽ കൊട്ടാരത്തിന് പുറത്തു കടന്ന് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങി. ചൈന ഈ നീക്കം വളരെ താമസിച്ചാണ് അറിയുന്നത്. അവർ ദലൈലാമയെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. മക്മോഹൻ രേഖ മുറിച്ചു കടന്ന് 3 ആഴ്ചകൾക്ക് ശേഷം മാർച്ച് 31 അവർ ഇന്ത്യൻ അതിർത്തിയിലെത്തി. ഇന്ത്യയിലെ ആദ്യ രാത്രി തവാങ്ങിലെ ബുദ്ധ വിഹാരത്തിലാണ് ദലൈലാമ തങ്ങിയത്. പിന്നീട് ബോധിലയിലും മസൂരിയിലും എത്തി. മസൂരിയിൽ വെച്ച് അദ്ദേഹത്തെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചു. ധരംശാല ഹിമാചൽ പ്രദേശിലെ ഒരു സ്ഥലമാണ് ധരംശാല. തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും തർക്കങ്ങൾക്കും താൽക്കാലിക വിരാമമിട്ട് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ 90ാം ജന്മദിന ആഘോഷം ഞായറാഴ്ച, അതായത് 2025 ജൂലൈ 6ാം തീയതി ധരംശാലയിലെ മക്ലിയോസ് ഗെജിനും സുഗ്ലവാങ് ക്ഷേത്ര പരിസരത്തിനും അവിസ്മരണീയമായ ദിവസം സമ്മാനിച്ചു. ഇനി 40 കൊല്ലം കൂടി ജീവിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദലൈലാമ അഭിപ്രായപ്പെട്ടു. നവതി ആഘോഷത്തിൻ്റെ ഭാഗമായി ശനിയാഴ്ച ദീർഘായുസ്സിനു വേണ്ടിയുള്ള പ്രാർത്ഥനാ വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പിൻഗാമി ഉണ്ടാകുമോ എന്നത് കുറച്ചു കാലമായി ചൂടുള്ള ചർച്ചയാണ്. ജന്മദിനാഘോഷം തുടങ്ങിയപ്പോൾ ദലൈലാമ പാരമ്പര്യം തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ദലൈലാമ തിരഞ്ഞെടുപ്പിന് സർക്കാരിൻ്റെ അനുമതി വേണമെന്ന് ചൈനീസ് ഭരണകൂടം പ്രതികരിച്ചതോടെ ചർച്ച ചൂടുപിടിച്ചു. ടിബറ്റൻ സമൂഹത്തിൻ്റെ ധരംശാലയിലെ പ്രവാസി സർക്കാരിനാണ് പുതിയ ദലൈലാമയെ പ്രഖ്യാപിക്കാൻ അധികാരമെന്നും അതിൽ മറ്റാരും ഇടപെടേണ്ടത് ഇല്ലെന്നും ദലൈലാമ മറുപടി നൽകി.
ഞാൻ വെറുമൊരു സാധാരണ ബുദ്ധ സന്യാസിയാണെന്ന് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ. 90-ാം ജന്മദിനം ആഘോഷിക്കുന്ന ദലൈലാമ അനുകമ്പയുടെയും ഊഷ്മളമായ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെയും ഓർമ്മപ്പെടുത്തി അനുയായികൾക്ക് നൽകിയ സന്ദേശത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. പിറന്നാളുമായി ബന്ധപ്പെട്ട ഈ അവസരത്തിൽ ടിബറ്റൻ സമൂഹം ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കളും അഭ്യുദയാകാംക്ഷികളും ഇവിടെ എത്തിച്ചേർന്നതായി ഞാൻ അറിഞ്ഞു. ഈ ആഘോഷ പരിപാടിയെ സ്നേഹം, അനുകമ്പ, പരോപകാരം എന്നിവ ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്ന ഒരു സംരംഭം ആക്കി മാറ്റൂ. നന്ദി, നമസ്കാരം.